ഇപ്പോൾ വലിയ ഒരു മുന്നേറ്റത്തിലേക്ക് പോയതിന് ശേഷം സ്വർണ്ണവില ഇപ്പോൾ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നത്തെ ഒരു വില നമ്മൾ നോക്കുമ്പോൾ ഒരു പവന് കേരളത്തിൽ 55,480 രൂപയാണ്. ഈ മാസം മാത്രം, അതായത് നവംബറിൽ മാസം ഇതുവരെ ഒരു പവൻ്റെ വില 3,600 രൂപ കുറഞ്ഞിരിക്കുകയാണ്. ഒക്ടോബർ 31-നാണ് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു റെക്കോർഡ് വില സ്വർണ്ണത്തിന് രേഖപ്പെടുത്തിയത്. 59,640 രൂപ വരെ ഒരു പവൻ്റെ വില പോയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു കുറയുന്നൊരു ട്രെൻഡ് കാണിക്കുകയാണ്. ഇത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില കുറഞ്ഞിരിക്കുന്നതാണ് ഇതിന് കാരണം. $2,562 ഇന്നത്തെ ഒരു ഔൺസ് സ്വർണ്ണത്തിൻ്റെ നിരക്ക്. ഇത് നേരത്തെ $2,790 വരെ ഉയർന്നു പോയതാണ്. അവിടെ നിന്നാണ് ഈ ഒരു ലെവലിലേക്ക് താഴ്ന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിലൊരു കാരണം? പറയുന്നത് അമേരിക്കയിൽ ട്രംപ് ജയിച്ചതുകൊണ്ടാണ് എന്നുള്ളൊരു വിലയിരുത്തലൊക്കെ ഉണ്ട്. എന്തായാലും ആഗോളതലത്തിൽ സാമ്പത്തിക മേഖലയിൽ മാറ്റങ്ങളുണ്ടാകുമെന്നും കോർപ്പറേറ്റ് ശക്തികൾക്കും മുതലാളിത്ത ശക്തികൾക്കും മൂലധന ശക്തികൾക്കുമൊക്കെ ട്രംപിൻ്റെ വിജയം വലിയൊരു ഉത്തേജനം പകരുമെന്നും സ്റ്റോക്ക് മാർക്കറ്റുകളും മറ്റു മാർക്കറ്റുകളൊക്കെ മെച്ചപ്പെടും എന്നുള്ളൊരു വിശ്വാസം വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഇല്ലാതെ വരുമ്പോഴാണ് ഒരു സുരക്ഷിത നിക്ഷേപം എന്നൊക്കെ വിചാരിച്ച് സ്വർണത്തിലേക്ക് ആളുകൾ കൂടുതൽ നിക്ഷേപം മാറ്റുന്നത്. അപ്പോൾ അത് കുറഞ്ഞിരിക്കുന്നു എന്നാണ് ആഗോളതലത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത്. അതുപോലെ പശ്ചിമേഷ്യൻ യുദ്ധം അടക്കമുള്ള കാര്യങ്ങൾക്കും പരിഹാരമുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം ഇറാൻ്റെ അംബാസഡറെ വിളിച്ചു വരുത്തി എലോൺ മസ്ക് ചർച്ച നടത്തിയതടക്കമുള്ള കാര്യങ്ങളൊക്കെ വിപണി പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അപ്പോൾ വല്ലാതെ സ്വർണ്ണവില തകർന്നു പോകും എന്ന് നമ്മൾ കരുതേണ്ടതില്ല. ഏതായാലും താൽക്കാലികമായ ഒരു വിരാമം വിലക്കയറ്റത്തിന് ഉണ്ടായിരിക്കുകയാണ്. വില കുറയുന്നൊരു പ്രവണത കാണുകയാണ്. നന്ദി, നമസ്കാരം.